നമ്മുടെ NABH 6th എഡിഷനിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററായ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും മനോഹരമായ പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒന്നാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റിൽപ്പെട്ടതാണ്. അതിൽ 4 അത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഡിക്ലെയർ ആയിരിക്കണം സർവീസസ് എന്നാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ട സർവീസസ് വെറുതെ ഡിക്ലെയർ ചെയ്താൽ മതിയോ? കാരണം ബോർഡ് എഴുതി വെക്കാനൊക്കെ എളുപ്പം, അത് കൊടുക്കാൻ കഴിയണം ആ സർവീസ്. അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സർവീസുകൾ മാത്രമാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ പറയുന്ന പ്രധാന കാര്യം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ട സർവീസസിന് ആനുപാതികമായ ഡയഗ്നോസിസ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അപ്പം ഈ ഡയഗ്നോസിസ് സംവിധാനങ്ങളും പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇല്ലാതെ നമ്മളൊരു സർവീസ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. കൃത്യമായി ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ സ്പെഷ്യാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ കഴിയണം. ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടാൽ അത് സർവീസ് ചെയ്യാൻ കഴിയണം. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഓർത്തോപീഡിക് സർവീസസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു എമർജൻസി മെഡിസിൻ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഓർത്തോപീഡിക് സർജൻ ഉണ്ടാവണം. നമ്മൾ ആ ഓർത്തോപീഡിക് സർജറീസ് എന്ന് പറഞ്ഞ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള തിയേറ്റർ സംവിധാനവും മൈനർ OT, മേജർ OT, അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ടും അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് നീങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള എക്സ്റേ പോലെയുള്ള ഡയഗ്നോസിസ് സംവിധാനമോ അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനവുമായിട്ടുള്ള കോൺട്രാക്റ്റോ നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, പെട്ടെന്ന് മനസ്സിലാകും. AAC 1B എന്ന് പറഞ്ഞത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് ആനുപാതികമായ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. സിമ്പിൾ.